അണ്ണാ, അണ്ണൻ ഇത്രയും മഫിൽ എങ്ങനെ അണ്ണാ? എനിക്കൂടെ പറഞ്ഞു താ അണ്ണ ഈ വിദ്യ. ഞാൻ പറഞ്ഞു തരാം, പക്ഷെ നീ ആരോടത് പറയരുത്. ഇല്ല അണ്ണ, പറയില്ല. അതൊരു ടെക്നിക്കാണ്. അണ്ണ പറഞ്ഞ അണ്ണ. രഹസ്യാണ്, പരമ രഹസ്യമാണ്. അണ്ണ ഓക്കെ അണ്ണ, ഓക്കെ ഓക്കെ. എന്തിനണ്ണ ഇത്? ശംഭു. എന്തിന്? ഇതൊക്കെ ഉണ്ട്, നീയിപ്പൊ കണ്ടോണ്ടിരുന്നോ. ഇതാണ് 14 പൗഡർ. അയ്യോ അണ്ണ, എനിക്ക് അറിഞ്ഞൂടായിരുന്നു അണ്ണ. ഇതാണ് എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. അണ്ണന്റെ മഫില് കണ്ടപ്പോ കൊതിയാവണ. എന്റെ മസിനുണ്ട്, പല പെമ്പിള്ളേരും നോക്കുന്നുണ്ട്. തന്നെയണ്ണ? അയ്യോ അണ്ണ, എന്നെ ആരെങ്കിലൊക്കെ നോക്കട്ടെ അണ്ണ. അണ്ണാ, അണ്ണന്റെ ജിമ്മില് കാണാനില്ലല്ലോ അണ്ണ. അയ്യോ, എന്ത് പറയാ മോനെ, എനിക്കിപ്പോ മാരകമായ ഒരു ആപത്ത് പറ്റിയിരിക്കുകയാണ്. എന്തിനു പറ്റിയണ്ണ? എന്റെ സഹായം എന്തെങ്കിലും വേണോ? അയ്യോ, ഒരുപാട് സഹായം വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു, സ്കാൻ ചെയ്ത റിപ്പോർട്ട് കണ്ടിട്ട് ചുമ്മാ ആയിരിക്കും അണ്ണാവന്മാര് കള്ളന്മാർ. എനിക്ക് ക്യാൻസർ ആണ് മോനെ. തന്നെയണ്ണ? ക്യാൻസർ ആണ? പിന്നെ ഇനി ഏറെക്കാലം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അയ്യോ അണ്ണാ, കേട്ടപ്പോ എനിക്ക് ഒരു വിറയില് പറഞ്ഞ. അണ്ണൻ പോയതിന് ശേഷം ജിമ്മ് ഉറങ്ങിപ്പോയി. എന്ത് പറയാ മോനെ, ഞാന് ശംഭുവും ഗണേശും ഒക്കെ വച്ചിട്ട് എനിക്ക് ഇപ്പൊ ഒരാപത്ത് പറ്റിയിരിക്കുന്നു. അതെന്താണെന്ന് അറിയണ്ടേ എനിക്ക്? മാരകമായ അസുഖം എന്താണ്? ക്യാൻസർ. ഇനി ഈ ശംഭുവും ഗണേശും ഒന്നും ഉപയോഗിക്കരുത് കേട്ടാ. ആ മെസ്സേജ് വളരെ തെറ്റാണെന്ന് എനിക്കിപ്പോ ബോധ്യമായി. ഒരിക്കലും ശംഭുവും ഗണേശും ഉപയോഗിക്കരുത്. ഇത് എനിക്ക് ഈ വന്ന അസുഖം എല്ലാവർക്കും ഒരു ഗുണപാഠമാകട്ടെ എന്ന്.